ഹായ് ഗെയ്സ്, നോട്ട് ജെസ് ക്രാഷ് കോഴ്സ് ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക്കലി 7 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിരുന്നു വിചാരിച്ചിരുന്നത്. ഇതിപ്പോൾ 7 ദിവസം മുതൽ 70 ദിവസമായി. ഇറ്റ്സ് ഓക്കെ, ബട്ട് നമ്മൾ ഫൈനലി നമ്മുടെ ഡേ 7ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫൈനലി കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് JWT ടോക്കൺ ജനറേഷൻ, ഡോട്ട് ഇൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണലി നമ്മൾ കോഡ് ചെയ്യുന്നത് നോട്ട് ജെസിൽ, പിന്നെ മോഡൽ വ്യൂ കൺട്രോളർ രീതിയിൽ നമ്മൾ എങ്ങനെ ഫോൾഡർ സ്ട്രക്ചർ ആയിട്ട് നമ്മുടെ നോട്ട് ജെസ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 2 APIs ആണ്, രജിസ്റ്റർ API ആൻഡ് ലോഗിൻ API. സോ വിത്തൗട്ട് ഫെദറിലെ നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ നമ്മുടെ കോഡിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. നോട്ട് 7 എന്ന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അതിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ CMD അടിച്ചു, NPM ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഓക്കെ, NPM ഇനീഷ്യലൈസ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് VS Code ഓപ്പൺ ചെയ്യുന്നു. VS Code ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ട പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ നോർമലി ചെയ്യുന്ന പ്രോസസ്സ് ചെയ്യാം. NPM ഇൻസ്റ്റാൾ എക്സ്പ്രസ് ചെയ്യാം, പിന്നെ മോങ്കോസ് എന്ന് പറഞ്ഞ പാക്കേജ് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ .envയും JWT എന്നുള്ള ഫീച്ചർ നമ്മൾ ഇതിൻ്റെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ JWT ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാക്കേജിൻ്റെ പേര് JSON വെബ് ടോക്കൺ ആണ്. അതിൻ്റെ ഷോർട്ട് ഫോം ആണ് JWT. അതുപോലെ തന്നെ .env ഈ ഒരു പാക്കേജും കൂടി ഇൻസ്റ്റാളേഷന് വെക്കാം. ഇത്രയായിട്ട് നമ്മളെ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള app.jsൽ കോഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമ്മളെ API പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട്. നമ്മളെ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്ത് വെക്കുക, പിന്നെ മോങ്കോഡിയോ കോമ്പാസ് ഓപ്പൺ ചെയ്ത് വെക്കുക, ജസ്റ്റ് കണക്ട് ചെയ്തിടുക. നേരത്തെ ചെയ്ത യൂസർ DB നമുക്ക് റീയൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോട്ട്സ് 7 ക്ലാസ്സിൽ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് നമ്മുടെ app.js എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ 2 പാക്കേജ് റിക്വയർ ചെയ്യുന്നു. ഒന്ന് എക്സ്പ്രസിൻ്റെ പാക്കേജാണ്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചത് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് സിമ്പിളായിട്ട് നമ്മൾ പ്രൊഫഷണൽ വേയിലാണ് ചെയ്യുന്നത്. ഒരൊറ്റ ഫയൽ ചെയ്തത് നമ്മളെങ്ങനെ ഡിവൈഡ് ചെയ്തതും എങ്ങനെ രജിസ്റ്ററും ലോഗിൻ APIs ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സ്പ്രസിൻ്റെ വിളിച്ചു. പിന്നെയുള്ളത് ഇതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ .env യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിക്വയർ ചെയ്യുന്നത് കുറച്ച് മാറ്റമുണ്ട്. റിക്വയർ എന്ന് എഴുതുക, എന്നിട്ട് .env എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം .config കൊടുക്കുക, എന്നിട്ട് ഒരു പാരാന്തസിസ്. ഓക്കെ, ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് .env യൂസ് ചെയ്യാം. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, പാനിക്കാവണ്ട. ഓക്കെ, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ എക്സ്പ്രസ് ആപ്പിനെ നമ്മൾ ഒരു ആപ്പ് എന്നുള്ള ഇൻസ്റ്റൻസിലേക്ക് കയറ്റി വിടുന്നു. ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, നമ്മൾ ഇവിടെ ചെയ്ത എന്താണ്, പോർട്ട് ഡിഫൈൻ ചെയ്യുന്നു. പോർട്ട് നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, പോർട്ടും ഈ ഒരു DB-URL-ഉം. പക്ഷേ നമുക്ക് ഒരു സിമ്പിൾ വേ ഉണ്ട്, ലൈക്ക് .env എന്നുള്ള സംഭവമുണ്ട്. അതെന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് നമ്മുടെ ക്രെഡൻഷ്യലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മേ ബി നമ്മളെ കോഡിലാണല്ലോ, കോഡ് ലീക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് വലിയൊരു ത്രെട്ടാവും. നമുക്ക് നമ്മുടെ ഡാറ്റാബേസ് ഹാക്കാവും, ഫുള്ള് ഡാറ്റവും, പ്രൊജക്റ്റേ ഫ്ലോപ്പായി പോകും. സോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ .env കൊടുക്കുന്നത്. .env കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഗിറ്റിലേക്ക് ഇടുമ്പോൾ അത് ഗിറ്റ് ഇഗ്നോറിൽ കൊടുത്താൽ മതി, .env ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് പോകും. പിന്നെ നമ്മൾ സെർവറിൽ .env മെയിൻലായിട്ടോ ആ ഒരു സംഭവം AWS ആണെങ്കിൽ അതിൽ തന്നെ എന്നുള്ള പരിപാടിയുണ്ട് .env സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോർട്ടും DB-URL സെറ്റാക്കലാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പരിപാടിയുണ്ട്, .env കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ പോർട്ട് കൊടുക്കുക, PORT എന്ന് കൊടുക്കുക, ഈക്വൽ ടു 3000 കൊടുക്കുക. അതേപോലെ DB_URL കൊടുക്കുക. ഇതെങ്ങനെ അങ്ങോട്ടേക്ക് എടുക്കുക എന്നുള്ള പറഞ്ഞുതരാം, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുക, കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതെങ്ങനെ ഇവിടെ നമ്മൾ പോർട്ട് ഇവിടെ ഡയറക്റ്റ് ചെയ്തില്ലേ, അതേപോലെ ജസ്റ്റ് നമ്മൾ ഇവിടെ എങ്ങനെ ആ സംഭവം കൊണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഏത് ഗ്ലോബലി നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് process.env.port എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേത് എല്ലാ സാധനങ്ങളും നമുക്ക്
ഇങ്ങനെ എടുക്കാൻ പറ്റും. process.env. ആ ഒരു വേരിയബിളിൻ്റെ പേര്, ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത സാധനത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളും ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ DB കണക്ട് ചെയ്യുന്ന കോഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഡയറക്റ്റ് ഇവിടെ എഴുതുക ചെയ്തത്. സോ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, നമുക്ക് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം DB കണക്ഷന്. കുറച്ചും കൂടി റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് കോൺഫിഗ് എന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് DB connection.js കൊടുക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് DB കണക്ട് ചെയ്യുന്ന കോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം ലാഭിക്കാം നമുക്ക്. ഓക്കെ, ഇത് എന്താണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ DB നോർമൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേ ചെയ്യുന്ന പോലെ തന്നെ mongoose.connect ചെയ്ത് process.env.db URL, അത് envയിൽ സെറ്റ് ചെയ്ത DB URL ഇവിടെ സെറ്റായി കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പോളജിയും കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല, സീനൊന്നുമില്ല, എന്നാലും വർക്ക് ചെയ്യും. ഓക്കെ, ഇതൊരു ഫംഗ്ഷനിൽ എഴുതി വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു നല്ലൊരു പ്രൊഫഷണൽ വേയിൽ ഇത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് DB കണക്ഷൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് കണക്ട് DB എന്ന് കൊടുത്താൽ മതി. ഇതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഇമ്പോർട്ട് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫയൽ റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ ട്രിഗറായി നമ്മൾ DB ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇതുപോലെ. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ഇതേപോലെ തന്നെ ഇങ്ങനെയല്ല ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റീഡബിലിറ്റി ഇല്ല, ഒരു പ്രൊഫഷണൽ വേ അല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ പഠിക്കേണ്ടതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ DB കണക്ഷനും സെറ്റായി. ഇനി നമ്മൾ എന്താണ് വേണ്ടത്? DB കണക്ഷനും സെറ്റായി. ഇനി നമ്മൾ നോർമലി ചെയ്യുന്നത് ജസ്റ്റ് ഇത് DB കണക്ട് ആയിട്ട് റൺ ആവുന്നുണ്ടോ നോക്കണം. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നേരത്തെ ജസ്റ്റ് ഈ മിഡിൽ വെയറും കൂടി പാസ് ചെയ്യണം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതന്നെ കോപ്പി ചെയ്യാം, പണി കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇവിടെ പോർട്ട് കറക്റ്റാണ്, app.listen കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൂട്ട്സ് സെറ്റാക്കിയില്ല. നമ്മൾ API കോഡ് ഇനി എഴുതാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിനി ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യലി നമ്മുടെ സംഭവം വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. DB ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസോൾ വരും. ഇനീഷ്യലി കുറച്ച് ടൈം എടുക്കും. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണല്ലോ, അത് കണക്റ്റഡ് ആണ്. നോഡ് 7 സമാധാനം, ആ സംഭവം കണക്ട് ആയിട്ടുണ്ട്. സർവർ ഈസ് റണ്ണിങ്, ഡാറ്റാബേസ് ഇസ് കണക്റ്റഡ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മളപ്പോൾ DB കണക്ട് ചെയ്യുന്ന മെയിൻ ഫസ്റ്റ് കോഡ് എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ ശരിയായിട്ടുള്ള നമ്മുടെ കൺട്രോളേഴ്സും മോഡൽസും ക്രിയേറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ചെയ്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്ത ശേഷം സ്കീമ ഡിഫൈൻ ചെയ്ത് മോഡലും ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് API ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്കീമയും അതും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, മോഡൽ എന്നുള്ളത്. മോഡൽ, അതിനകത്ത് user.js കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സ്കീമയും നമ്മുടെ മോഡലും ഡിഫൈൻ ചെയ്തിട്ട് അത് നമ്മുടെ കൺട്രോളറിൽ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ, APIയിൽ യൂസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇതൊക്കെ വേറെ ഫോൾഡറിൽ എഴുതിയാൽ കിടലം പോലെ നല്ല പ്രൊഫഷണൽ വേ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കോഡ് ഇതിനകത്ത് ഉണ്ടാവേണ്ടതാണ്. ഞാൻ കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ മോങ്കോസ് വിളിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ സ്കീമ ഡിഫൈൻ ചെയ്തു. mongoose.schema ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്ത് കൊടുത്തു. ഇതിൽ എക്സ്ട്രാ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ യുണീക്ക് ട്രൂ ആണ്. ഇതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമെയിൽ രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തെ സമയം നമ്മൾ ഇമെയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇമെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാമല്ലോ, ഇമെയിൽ ഈസ് ഓൾറെഡി രജിസ്റ്റർ എന്നുള്ള ഒരു സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രൊഫഷണൽ വേ ആണ്, അതിന് വേണ്ടിയിട്ടാണ് യുണീക്ക് ട്രൂ എന്ന് കൊടുത്തത്. ഇത് യുണീക്ക് വാല്യൂസ് മാത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഈ സ്കീമ വെച്ചിട്ട് യൂസർ എന്നുള്ള ഒരു മോഡലിൻ്റെ പേര് കൊടുത്ത് യൂസർ സ്കീമിനെ ബേസ്ഡ് ആയിട്ട് നമ്മൾ യൂസർ ഡീറ്റെയിൽസ് ടേബിൾ, ഈ ടേബിളിൻ്റെ പേര്, ഈ ഒരു സംഭവം ടേബിളിൻ്റെ പേരാണ്.
അത് നമ്മൾ ഈ ഒരു യൂസർ DBയിലെ ഈ ഒരു യൂസർ ഡീറ്റെയിൽസ് ടേബിളാണ്. ഓക്കെ ഓക്കെ ഇത്രയും കത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സീനൊന്നുമില്ല. ഓക്കെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ DB കണക്ട് ചെയ്തു. അതിനുശേഷം ഒരു സ്കീമിയും നമുക്ക് വേണ്ട സ്കീമിയും മോഡൽസും ക്രിയേറ്റ് ചെയ്തു. ഇനിയാണ് നമ്മൾ നമ്മുടെ എന്താണ് നമ്മളെ API കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് API ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ എല്ലാ API നമ്മൾ ഇവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ ഇതിൽ എല്ലാ APIയും ചെയ്ത് അതിന് പുറമെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന് വേണ്ടിയിട്ട് വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ROUTS റൂട്ട്സ്. ഇതിനകത്ത് നമുക്ക് ഔത്ത് റൂട്ട്സ് ഔത്ത് റൂട്ട്സ് എന്നുള്ള ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നമുക്ക് നമ്മുടെ API കാര്യങ്ങളും ചെയ്യാം. എന്നിട്ട് ആ ഒരു സംഭവം നമുക്ക് അപ്പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് നമുക്ക് Express.js ഇമ്പോർട്ട് ചെയ്യാം. പേടിക്കേണ്ട, കാര്യം ചെയ്ത് കാണിച്ചു തരാം. കോൺസ്റ്റ് റൂട്ടർ ഈക്വൽ ടു എക്സ്പ്രസ് ഡോട്ട് ROU റൂട്ടർ ഇൻബിൽഡ് ആയിട്ടുള്ള സംഭവമാണ്. സോ നമുക്ക് API നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് രജിസ്റ്റർ റൂട്ട് ഉണ്ടാക്കാം. രജിസ്റ്റർ API ROUTR ഡോട്ട് പോസ്റ്റ് രജിസ്റ്റർ. ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇതിന് കൊമ കഴിഞ്ഞിട്ടൊരു സംഭവം വരാനുണ്ട്, കാണിച്ചു തരാം. സീനില്ല. ലോഗിൻ. ഓക്കെ നമ്മളിപ്പോൾ 2 എൻഡ് പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു സംഭവം വരാനുണ്ട്, പറഞ്ഞുതരാം എന്താ സംഭവം. ഇനി ജസ്റ്റ് ഈ ഒരു ഔട്ട് റൂട്ട്സ് നമുക്ക് ഇവിടെ ചെയ്യാം. API റൂട്ട്സ്. ഇതിൽ നമുക്ക് app.use /API/out ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ module.exports ഈക്വൽ ടു ROUTR. ഓക്കെ സോ ജസ്റ്റ് ഔത്ത് ഇല്ലല്ലോ, ഇപ്പം ഞാൻ തന്നെ കണ്ടുപിടിച്ചടിക്കേണ്ടി വരുമല്ലോ. ഔത്ത് റൂട്ട്സ് ഇല്ല, പണിയായി. ഔത്ത് റൂട്ട്സ് ആ ഒരു കറക്റ്റ് ഫോൾഡറിലേക്ക് പോവാം. റൂട്ട്സ് കമോൺ യെസ് ഔത്ത് റൂട്ട് കൊടുക്കുക. അയ്യോ കൊടുക്കുക ആണ് കറക്റ്റ് അല്ലേ? module.exports എക്സ്പോർട്സ് റൂട്ടർ കറക്റ്റാണ്, സീനില്ല. അപ്പോൾ ഔത്ത് റൂട്ട്സ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് വന്ന് DB കണക്ട് ചെയ്ത് മിഡിൽ വെയർ പാസ് ചെയ്ത് ഈ ഒരു എൻഡ് പോയിന്റിന് ശേഷം, അതായത് ലോക്കൽ ഹോസ്റ്റ് /API/out/ ഈ ഔത്ത് റൂട്ട്സിലേക്ക് പോകും. ഇതിൽ വന്നിട്ട് ഇതിൽ 2 APIയും ഏതാണോ ഹിറ്റ് ചെയ്യുന്നത് അതിൻ്റെ രണ്ടാമതുള്ള ഈ കൊമ ഇട്ടതിന് ശേഷമുള്ള ഫംഗ്ഷനിലേക്ക് ഹിറ്റ് ആവും. ആ 2 ഫംഗ്ഷൻ നമ്മൾ APIൻ്റെ ഇൻസേർട്ട് ചെയ്യുന്നതും ഡാറ്റയിലേക്ക് ചെക്ക് ചെയ്യുന്നതൊക്കെ ആണ് ഈ ഒരു 2 കൊമ ഇട്ടതിന് ശേഷമുള്ള ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് കൺട്രോളേഴ്സ് എന്ന് പറയും. ഓക്കെ സോ നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കൺട്രോളേഴ്സ് ആണ്. സോ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം, ടെൻഷൻ അടിക്കണ്ട. സിമ്പിളാണ്, ഫയലല്ല ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കൺട്രോളർ. ഓക്കെ ഇതിൽ ഔത്ത് കൺട്രോളർ .js ഇതിൻ്റെ കോഡ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് പരിപാടി ചെയ്യും. സമാധാനമുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് JWT ഉണ്ട്. ഇതിലൂടെ JWT സീക്രട്ട് എന്നുള്ള സംഭവം ഉണ്ട്. process.env.jwt സീക്രട്ട്. ഈ ഒരു സംഭവം നമ്മൾ envയിൽ കൊടുത്തിട്ടില്ല. സോ അത് ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ സോ അതിനായിട്ട് ഞാൻ നമ്മുടെ ഗൂഗിളിൽ പോയിട്ട് JWT ടോക്കൺ ജനറേറ്റർ സാമ്പിൾ എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് റാൻഡമായിട്ടുള്ളൊരു വെബ്സൈറ്റിൽ കയറിയിട്ട്
ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, ജസ്റ്റ് ഫോർ സ്റ്റഡി പർപ്പസ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ല ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കുക, ഇവിടെ സീനൊന്നുമില്ല. അത് നമ്മൾ ഇങ്ങനെ കൊടുക്കണം, ഒരു കൊട്ടേഷൻ. അയ്യോ അതല്ലേ ഇപ്പോൾ കോപ്പി ആയേ. എന്താണ് കോപ്പി ആയി, കോപ്പി ആയി. ഒരാൾട്ട് സെറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും സെറ്റ് ആയിട്ടുണ്ട് പ്രോസസ് CNV. അപ്പോൾ നമ്മളിപ്പോൾ 2 ഫംഗ്ഷൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് മോഡൽസ് അല്ല, മോഡലിൽ നിന്ന് നമ്മൾ യൂസർ എടുത്തിട്ടുണ്ട്, user.js എടുത്തിട്ടുണ്ട്. ഈ യൂസറെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ലോഗിൻ ചെയ്യുന്ന സമയത്തും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കോഡ് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഫ്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ app.js കോൾ ചെയ്യുന്ന സമയത്ത് നേരെ കണക്ട് DB റണ്ണായി, DB കണക്ട് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും API കോൾ ചെയ്യുന്ന സമയത്ത് API/out/out റൂട്ട്സിലേക്ക് കയറി പോകും. ഔട്ട്/ലേക്ക് വന്നിട്ട് രജിസ്റ്ററിലേക്ക് വരും, ലോഗിനിലേക്ക് വരും. ഇനി ഇതിനകത്ത് വരുന്ന 2 ഫംഗ്ഷൻസ് ആണ് ഈ ഔട്ട് കൺട്രോളറിൽ എഴുതിയ രജിസ്റ്ററും ലോഗിനും. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഔട്ട് കൺട്രോളർ അടിച്ചാൽ വരുമെന്ന് നോക്കാം. ഇല്ല, മണിയായി. ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് കോപ്പി ചെയ്തിട്ട് ഔട്ട് കൺട്രോളർ ഡോട്ട് എന്തായിരുന്നു, ഔട്ട് കൺട്രോളർ എവിടെ പോയി? ഒരു മിനിറ്റ്, ഇതെവിടെ ഇട്ടിട്ടുള്ള കൺട്രോളർ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ. എക്സ്പോർട്ട് ചെയ്തില്ലേ നമ്മൾ? ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് വരാത്ത നോക്കാം. കോൺസ്റ്റ് ഔട്ട് കൺട്രോളർ ഓക്കെ, രണ്ടെണ്ണം സോറി, ഔട്ട് കൺട്രോളർ. ഓക്കെ, ഡോട്ട് രജിസ്റ്റർ കാണിച്ചു തരാം, പറഞ്ഞുതരാം എന്ന സംഭവം ഒന്ന്. ഡോട്ട് ലോഗിൻ നമ്മൾ പറഞ്ഞത് app.js ഹിറ്റ് വരുന്ന സമയത്ത് ഇതിൽ API കോൾ ചെയ്യുന്ന സമയത്ത് ഔട്ട് റൂട്ട്സിലേക്ക് വരും. ഇവിടെ വന്ന് രജിസ്റ്റർ API ആണ് കോൾ ചെയ്യുന്നതെങ്കിൽ ഈ ഔട്ട് കൺട്രോളർ ഡോട്ട് രജിസ്റ്റർ എന്നുള്ള ഫംഗ്ഷനിലേക്ക് കോൾ ആവും. അപ്പോൾ നേരെ ഔട്ട് കൺട്രോളിലേക്ക് വന്ന് ഈ രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ഫംഗ്ഷനിലേക്ക് ട്രിഗർ ആവും. ഇതിനകത്ത് എന്താണ് ചെയ്തത് അത് വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫ്ലോയും കാര്യങ്ങളും പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫ്ലോ വരെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഔട്ട് കൺട്രോളിൽ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കീമയിലെ പോലെ തന്നെ നെയിം, ഇമെയിൽ, പാസ്വേഡ് ഇത് മൂന്നും എന്തിനാണ് നമ്മൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, നെയിം, ഇമെയിൽ, പാസ്വേഡ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ നമ്മൾ ബോഡിയിൽ പാസ് ചെയ്യുന്നു. നെയിം, ഇമെയിൽ, പാസ്വേഡ് ജസ്റ്റ് സ്പ്ലിറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നെയിം, ഇമെയിൽ, പാസ്വേഡ് ഈ ബോഡിയിൽ പാസ് ചെയ്യും. ഈ ഒരു സംഭവം എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യും ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂസർ ഉണ്ടോ എന്ന്. നേരത്തെ പറഞ്ഞ പോലെ യൂണിക്ക് ട്രൂ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് find one അടിക്കും. ഇമെയിൽ പാസ് ചെയ്യും, ജസ്റ്റ് ഇമെയിൽ മാത്രം പാസ് ചെയ്യും. find one ഈ ഒരു മോഡലിൻ്റെ ഇൻബിൽഡ് ആയുള്ള മെത്തേഡാണ് find one. ഒരെണ്ണം മാത്രം ഫൈൻഡ് ചെയ്ത് കൊടുക്കും, ആ ഒരു മെത്തേഡാണ്. ജസ്റ്റ് ഉണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് യൂസർ ഉണ്ടെങ്കിൽ റെസ്പോൺസ് കൊടുക്കും, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നമുക്ക് ചെക്ക് ചെയ്യാം, API പോസ്റ്റ്മാൻ വെച്ച് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ആൻഡ് സേവ് യൂസർ. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു വേരിയബിളിലേക്ക് ന്യൂ മോഡലിൻ്റെ പേര് കൊടുത്തു, അതിൽ ഈ ഒരു ഡാറ്റ 3 പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ മോഡലിലേക്ക് എത്തി യൂസർ ഡീറ്റെയിൽസിലേക്ക് ഈ സ്കീം അടിച്ചിട്ട് ഇൻസേർട്ട് ആയിപ്പോയി. അതായത് ഈ ഒരു സംഭവം വെച്ചിട്ട് ഇൻസേർട്ട് ആയിപ്പോയി, അത്രയേ ഉള്ളൂ. എന്നിട്ട് യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുൾ ചെയ്യുന്ന ഒരു 201 സ്റ്റാറ്റസ് കോഡ് വെച്ചിട്ട് നമ്മൾ പാസ് ചെയ്തു. ഇതാണ് രജിസ്റ്റർ APIയിലെ ഫ്ലോ. ഓക്കെ, ഞാൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതേപോലെ ലോഗിൻ APIൻ്റെ ഫ്ലോ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ആവശ്യമുള്ളൂ, ഇമെയിലും പാസ്വേഡും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ യൂസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് ഇമെയിൽ വെച്ചിട്ട് ആ ഇമെയിൽ നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും.
കാരണം ഇല്ലാത്ത ആൾക്ക് നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഡാറ്റാബേസിൽ ലോഗിൻ ക്രെഡൻഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് മീൻസ് ലോഗിൻ ചെയ്ത് കൊടുക്കണ്ടു. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ യൂസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. യൂസർ ഡോട്ട് ഫൈൻഡ് വൺ സെയിം തന്നെ ഇമെയിൽ പാസ് ചെയ്തിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇൻവാലിഡ് ഇമെയിൽ ഓർ പാസ്വേഡ് എന്നിട്ട് കൊടുക്കും മെസ്സേജ്. അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നില്ല. പിന്നെ യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡ് ആ ഡി ബിയിലുള്ള പാസ്വേഡായിട്ട് മാച്ചിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. അതായത് യൂസർ എൻ്റർ ചെയ്ത പാസ്വേഡ് ബോഡിയിലുണ്ടാവും, പിന്നെ ഡി ബിയിലുള്ള പാസ്വേഡ് ഓട്ടോമാറ്റിക്കായുള്ള ഓൾറെഡി സേവ്ഡ് ആയുള്ള പാസ്വേഡ് യൂസർ ഡോട്ട് പാസ്വേഡിലുണ്ടാവും. യൂസർ എന്നുള്ളത് ആ മോഡൽ വെച്ചിട്ട് നമ്മൾ ഇമെയിൽ വെച്ചിട്ട് കണ്ടെത്തുന്ന ഡാറ്റയുള്ള സംഭവമാണ് യൂസർ. നിങ്ങൾ വേണമെങ്കിൽ കൺസോൾ ലോഗ് അടിച്ചാൽ മതി. കൺസോൾട്ട് ലോഗ് അടിച്ചിട്ട് ഈ യൂസർ ഒന്ന് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമെയിലിൻ്റെ കറക്റ്റുള്ള ഡാറ്റാസ്. ഓക്കെ, അപ്പോൾ പാസ്വേഡ് സെയിം അല്ലെങ്കിൽ ഇൻവാലിഡ് പാസ്വേഡ് കാണിക്കും. പിന്നെയുള്ളതാണ് നമ്മളെ ടോക്കൺ ജനറേഷൻ. ഇതെന്തിനാണ് ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ലോഗിൻ ചെയ്ത സമയത്ത് നമ്മൾ ടോക്കൺ പാസ് ചെയ്യും, ഐ മീൻ ലോഗിൻ്റെ റെസ്പോൺസ് ആയിട്ട്. ആ ടോക്കൺ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത ശേഷം എന്ത് APIs ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് അക്കൗണ്ട് സെറ്റിങ്സിൽ പോയിട്ട് പേര് മാറ്റണം. അങ്ങനെ കുറേ APIs നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം വിളിക്കാറുണ്ട്. അതിൻ്റെ ഹെഡേഴ്സിൽ ഈ ടോക്കൺ പാസ് ചെയ്തിട്ട് നമ്മളൊരു ഔതൻറ്റിക്കേഷൻ സെക്യൂർ ചെയ്യും. മീൻസ് ഫ്രണ്ട് എൻഡിൽ നിന്ന് കറക്റ്റ് ലോഗിൻ ചെയ്ത യൂസർ തന്നെയല്ലേ API കോൾ ചെയ്യുന്നത്. ഇതിങ്ങനെ ചെയ്തില്ല എന്താണെന്ന് വെച്ചാൽ ഹാക്കേഴ്സൊക്കെ വന്നിട്ട് നമ്മുടെ APIs അൺവാണ്ടഡ് ആയിട്ട് കോൾ ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഡൗൺ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? API സെർവർ റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോക്കൺ ജനറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു യൂസ് കേസ് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇതല്ലാതെ വേറെ യൂസ് കേസസ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി യൂസ് കേസ് പറഞ്ഞതാണ്. ജസ്റ്റ് നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ജസ്റ്റ് 1 hour കൊണ്ട് എക്സ്പയർ ആയി പോകുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ JWT.sign ആണ്. ജസ്റ്റ് യൂസർ ID എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മോഡലിലെ _ID എന്ന് വെച്ചിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ പ്രൊസീഡോട് ഈ ഒരു സീക്രട്ട് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ടോക്കൺ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് 1 മണിക്കൂർ കൊണ്ട് എക്സ്പയർഡ് ആവുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഈ ടോക്കൺ ജസ്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നു ലോഗിൻ ചെയ്യുന്ന സമയത്ത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഔട്ട് കൺട്രോളറിൽ ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് നിങ്ങളിത് കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാം സേവ് ചെയ്തിട്ട് എല്ലാം കറക്റ്റ് തന്നെയാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് മീൻസ് കോഡിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ app.js കറക്റ്റ് ആയിരിക്കണം, മിസ്സാവരുത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔത്ത് റൂട്ട്സ് മിസ്സാവരുത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു സ്കീമയുണ്ട്, അത് മിസ്സാവരുത്. DB കണക്ഷൻ ഉണ്ട്, മിസ്സാവരുത്. പിന്നെ നമ്മുടെ സ്കീമ ഓൾറെഡി ഇവിടെ ഉണ്ട്, അത് മിസ്സാവരുത്. പിന്നെ നമ്മുടെ ENV അത് മിസ്സാവരുത്. ഓക്കെ, ഇത് വേണമെങ്കിൽ റാൻഡമായിട്ട് എന്തെങ്കിലും സാമ്പിൾ സീക്രട്ട് എന്തെങ്കിലും പേര് കൊടുത്താലും സീനൊന്നുമില്ല. ഓക്കെ, ഇത്രയും ചെയ്ത് ജസ്റ്റ് കൺട്രോൾ അടിച്ച് സേവ് ചെയ്തിട്ട് app.js കൊടുത്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ടൂൾ എടുത്ത് വെച്ചോ, ഏതായിരുന്നു പോസ്റ്റ്മാൻ ടൂൾ ഉണ്ട്, ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് രജിസ്റ്റർ ആണ്. ഓക്കെ, രജിസ്റ്റർ കൊടുക്കുക. ഇവിടെ പോസ്റ്റർ സെറ്റ് ചെയ്യുക. പിന്നെ ഹെഡേഴ്സിൽ വന്നിട്ട് കണ്ടന്റ് ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നുമില്ല, ഇവിടെ വന്നിട്ട് കണ്ടന്റ് ടൈപ്പ് ഓണാക്കുക. ഇതിൽ സെർച്ച് ചെയ്താൽ മതി, എന്താണ് application/json ബോഡിയിൽ വരിക. എന്നിട്ട് ഇപ്പോൾ ഞാൻ 3 എണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജിഷ്ണുഗീക്സ് 1 2 കൊടുക്കാം. ജിഷ്ണുഗീക്സ് 2 എക്സാമ്പിൾ ജിഷ്ണുഗീക്സ് 1 2 3 4 1 2 4. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം. ലോക്കൽ ഹോസ്റ്റ് 3000 റൺ ചെയ്യുന്നത്. ഈ ഒരു സംഭവം എക്സ്ട്രാ വന്നത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. app.jsൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റും കൊടുക്കാം, സീനൊന്നുമില്ല. എവിടെ പോയി? ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം ഈ ഒരു എൻ പോയിന്റ് ആണ്. ഈ എൻ പോയിന്റിന് ശേഷമുള്ളതാണ് നമ്മളിവിടെ രജിസ്റ്റർ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. അത് ഈ ഔത്ത് റൂട്ട്സിലുള്ള ഈ ഒരു രജിസ്റ്റർ ആണ്. ഓക്കെ, സോ അത് രജിസ്റ്റർ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഔത്ത് റൂട്ട്സിലേക്ക് വരും. ഈ ഒരു കൺട്രോളർ ഡിഫൈൻ ചെയ്ത രജിസ്റ്റർ എന്നുള്ള ഫംഗ്ഷൻ ട്രിഗർ ആവും. ഇതിനകത്ത് ഈ 3 ഡാറ്റയും വെച്ചിട്ട് കാര്യങ്ങൾ ട്രിഗർ ആവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യാം. സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുക. യൂസർ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ജിഷ്ണുഗീക്സ് 2 ജസ്റ്റ് നമ്മുടെ ഇതിലേക്ക് വന്ന് യൂസർ ഡീറ്റെയിൽസ് ടേബിൾ വന്ന് ജസ്റ്റ് ഒന്ന് റീലോഡ് ഡാറ്റ കൊടുക്കുക. ഓക്കെ, ജിഷ്ണുഗീക്സ് 2 ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തതാണ് ടെസ്റ്റിങ്ങിന്.
സ്നീസ് ടു ഇൻസേർട്ട് ആയിട്ടുണ്ട്, രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ലോഗിൻ ആ രജിസ്റ്റർ ചെയ്ത സംഭവം ആ ഒരു ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ലോഗിൻ API വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ലോഗിൻ API വരുമ്പോൾ നമ്മൾ ഇമെയിലും പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സെയിം തന്നെ. പോസ്റ്റ് ഇതാണ് എൻഡ് പോയിന്റ്. മറ്റേ രജിസ്റ്റർ പോലെ തന്നെ API/out/login ഹെഡേഴ്സിലെ കണ്ടന്റ് ടൈപ്പ് application/json. ഓക്കെ, ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ സക്സസ്, ഒരു ടോക്കൺ ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് JWTയുടെ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, ഈ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. app.jsൽ വരിക, ഇതിലേക്ക് ഹിറ്റ് ആവും, റൂട്ട്സിലേക്ക് വരും, ലോഗിനിലേക്ക് വരും, ഈ ലോഗിൻ കൺട്രോളറിലേക്ക് പോകും, ഇവിടെ വന്ന് ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ഇനിയുള്ള ഈ ഒരു സംഭവങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് യൂസർ ഇല്ല, ഇൻവാലിഡ് ഇമെയിൽ പാസ്വേഡ് വരുന്ന കാര്യം, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് ഉള്ള കാര്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയിട്ട് എന്താണ് രജിസ്ട്രേഷൻ പറ്റില്ല, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ്. നമ്മൾ ഓൾറെഡി ഈ ഒരു ഇമെയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ കോഡിൽ എഴുതിയിട്ടുണ്ട് എന്താണ് എക്സിസ്റ്റിംഗ് യൂസർ, അതായത് user.find1 ആ ഒരു സെയിം ഇമെയിൽ സെയിം ഉള്ള വരുന്നുണ്ടെങ്കിൽ മോഡൽ വെച്ചിട്ട് DBന്ന് ഫൈൻഡ് ചെയ്തിട്ട് റെസ്പോൺസ് നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ലോഗിനിൽ നമ്മൾ ആ ഒരു ഇമെയിൽ ഇല്ലെങ്കിൽ, അതായത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇത് ഏതെങ്കിലും റാൻഡമായിട്ടൊരു ഇമെയിൽ കൊടുത്ത് @gmail.com കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരും. കാരണം DBയിലില്ല. DBയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. സെയിം തന്നെ user.find1 ഇമെയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇത് റെസ്പോൺസ് കൊടുക്കുക. അതേപോലെ പാസ്വേഡും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മൾ എന്താണ് ഫോൾഡർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാം ഉണ്ട്, പിന്നെ വാട്സപ്പ് ഉണ്ട്, പിന്നെ ഒരു ചാനലിലെ ലിങ്കിലും വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്ലാസ് ലൈക്ക് ഡേ 7 വരെ ഉള്ളൂ, നമ്മൾ ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ലൈക്ക് ഫയൽ അപ്ലോഡ്, പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ് PDF അപ്ലോഡ്, വീഡിയോ അപ്ലോഡ്, അങ്ങനെ ഒരുപാട് Node.jsന്റെ അഡ്വാൻസ് ആയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയും പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ എടുക്കാൻ പോകുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനിയും ഇത് മാത്രമല്ല, Node.jsന്റെ ക്രാഷ് കോഴ്സ് മാത്രമല്ല, ഇനിയും ഒരുപാട് വലിയ വലിയ ലേറ്റസ്റ്റ് ടെക്നോളജീസും കാര്യങ്ങളായാലും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് ഇനി താല്പര്യമുണ്ടെങ്കിൽ, പുതിയ ടെക്നോളജി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഇനി വരുന്ന വീഡിയോസ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ കംപ്ലീറ്റിംഗ് അവർ ക്രാഷ് കോഴ്സ്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉടമി കോഴ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. താങ്ക് യു ഫോർ വാച്ചിങ്.